ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, നമ്മളെ 16ാമത്തെ നോമ്പാണ്. ഒരുപാട് സന്തോഷം, കാരണം 16 നോമ്പും ഈ പേരിലുള്ള എല്ലാവരും എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പെരുന്നാൾക്ക് നല്ല സർപ്രൈസ് തന്നെ കൊടുക്കണം ഗൈസ്. പണ്ട് നമ്മളോട് കുട്ടിക്കാലത്ത് ആൾക്കാർ പറയും, അല്ല കാരണവന്മാരൊക്കെ പറയുന്നുണ്ട്, ഫുള്ള് നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ പെരുന്നാൾക്ക് നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ വാങ്ങിത്തരാം. അതേമാതിരി ഇപ്രാവശ്യം എല്ലാ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാധനം വരായി. ഓക്കെ, പെരുന്നാൾക്ക് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇപ്പം ഞങ്ങൾ കിഡോപ്പിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇനി അധികം ദിവസമല്ല പെരുന്നാൾക്ക്. പുതിയ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ സ്ഥാപനമാകൊണ്ട് അതിലത്തെ പുതിയ കളക്ഷൻസ് ആളുകൾക്ക് എത്തിച്ച് ബിസിനസ്സൊക്കെ കൂട്ടണ്ടേ വേണ്ടേ അല്ലേ? പുതിയ കിഡോപ്പി അടുത്തത് ഇങ്ങനെ തുടങ്ങേണ്ട. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പുതിയ സ്റ്റോക്ക് ഇന്നലെ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് കിഡോപ്പിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. അലയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉമ്മ അലനെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരെ കാറിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കിട്ട് നമുക്കിങ്ങനെ പോകും. കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. ഒന്നാമത് നമ്മുടെ ഇപ്പോൾ സ്ഥാപനങ്ങളുടെ ഓരോ തിരക്കുകളും കാര്യങ്ങളും അതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നടക്കുകയാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഗൈസ്, നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. എന്താ അലേഹ ഇത് കയ്യിലൊക്കെ ഓലക്കൂടിയൊക്കെ പൊടിച്ച് നടക്കണിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിലാ ഇന്ന് കമന്റ് ഇടാനുള്ള ആൾക്കാർക്കായി കേട്ടോ. അതിന് വേണ്ടി ബാക്കായിട്ടുണ്ട്. നോക്ക 10 ഉറുപ്പ്യൊക്കെ കീറി. ഞാനെന്റെ ഇത് ഞാൻ ഇന്നലെ മിന്നാന്നിട്ട് സാധനം വാങ്ങിയപ്പോ ഇതിലിട്ടതാ. ഇപ്പൊ ഇന്ന് അതാ കീറി കളയാനെ. ഇനിയിപ്പോ ഇത് പൈസക്ക് വില ഇല്ലാത്ത സാധനം അങ്ങനെയൊന്നും അല്ല കഴിച്ചിട്ട്. കീറിയപ്പോ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും കൊണ്ടുപോകും കഴിച്ചിട്ട് മക്കളെ നമുക്ക് തല്ലി ഇതാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ ഇതൊക്കെ കാട്ടണേ പാവാണ് മക്കളെ. എന്റെ ഷൊട്ടിക്കൊക്കെ പെരുന്നാളാണ്. ചെറിയൊക്കെ എന്റെ മക്കളുടെ ഒക്കെ കണ്ണിനാ കേടുന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ കണ്ണിപ്പോ തിരിക്കും വേണ്ടി വരും. നാണ്ടിരുത്തിക്ക എന്താ ഇങ്ങടൊക്കെ കണ്ണിന് കുഴപ്പം. എനിക്ക് ഡോപ്പിയിലെത്തിയിട്ടുണ്ട്. മാളില് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി പലേഹന്റെ കുറച്ച് കളികൾ കാണാം അല്ലേ? ആദ്യം പോവാ. അസ്കരിച്ചോ? അതിന് കയറ്റി അല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. ഇനി പോളൊരു കളി അവിടെ അതില് അമർത്ത് 2. അങ്ങനെ ഗൈസ് കിഡോപ്പിയിലെത്തി. അലേഹം മണ്ടി കിഡോപ്പിക്ക് അല്ലേ? ഇതിലെത്തിയിട്ടുണ്ട്. കിഡോപ്പിയിൽ വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, അത്രയും ആളുകളാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മൾ ഉച്ച സമയത്ത് വന്നപ്പോഴും കിഡോപ്പിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. എടുക്കുക പോവുക അല്ലേ? അപ്പോൾ എന്തായാലും പുതിയ സ്റ്റോക്ക് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇനി ശനി ഞായറൊക്കെയാണ് ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. അപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഇനി ടെൻഷൻ അടിച്ച് മടിച്ച് നിൽക്കണം. അലയൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. ആദ്യം നമ്മുടെ ആൾക്കാർക്ക് കിട്ടട്ടെ. സബ്സ്ക്രൈബേഴ്സിന് ഡ്രസ്സ് കിട്ടിയിട്ട് മതി നമുക്ക് ഡ്രസ്സ്. കാരണം അലയും ഉമ്മി അലനൊക്കെ ഇരിക്കണമൊക്കെ അവിടെ കണ്ടോ. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരുന്നവർക്ക് മനസ്സറിഞ്ഞ് ഡ്രസ്സ് കിട്ടിപ്പോകണം. അവർക്ക് കിട്ടണമുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം കണ്ടില്ലേ, ഇപ്പോൾ ഈ സമയത്താണ്, അതായത് ഇനി നാളെ മറ്റന്നൊക്കെ എന്തായാലും തിരക്കുണ്ടാവും. കാരണം കഴിഞ്ഞ ശനി ഞായറൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് ഈ തിരക്ക്. കാരണം നമ്മുടെ കടയിലാണ് ഈ ഒരു തിരക്ക്. കാരണം ഒരുപാട് സന്തോഷം. കാരണം കിഡോപ്പി അന്വേഷിച്ചിട്ടാണ് ആൾക്കാർ കിഡോപ്പിയിലോട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഒരു കട അന്വേഷിച്ചിട്ട് മാത്രം ആൾക്കാർ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ എവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് കളക്ഷൻസ് കിട്ടൂല, ഇവിടെ തന്നെ കിട്ടുള്ളൂ. കാരണം പെരുന്നാൾക്ക് നിങ്ങളുടെ മക്കൾക്കൊരു പുതുമ വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കിഡോപ്പിയിലെ പുത്തനത്താണിക്കും വരണം, കോട്ടക്കലെ പറമ്പിലങ്ങാടിയിലേക്കും പോകണം. രണ്ടിലേക്കും നമ്മൾ പുതിയ സ്റ്റോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ സ്റ്റോക്ക് എത്തിയാൽ നോക്കിയേക്ക് നല്ല അടിപൊളി വർക്കൊക്കെ ആയിട്ട് സിമ്പിൾ സാധനമാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ മക്കൾ പ്രീമിയം ഔട്ടോ. ഓക്കെ, അതിൻ്റെ വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. ലൈറ്റ് നീലയിലും ആകാശം നീലയിലും വൈറ്റിലും. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു കളറാണ്. ഓക്കെ, ഇതൊക്കെ പെരുന്നാൾക്ക് ഇട്ടതിനായിട്ട് ചേറ്. അങ്ങനെ ഒരുപാട് കളക്ഷന് ഉണ്ട്. നിങ്ങൾക്ക് എടുത്ത് കാണിക്കണേക്കാളും നല്ലത് മസ്റ്റായിട്ട് ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനം. പാർട്ടി വെയർ ആണെങ്കിൽ അതും ഇവിടെ സെറ്റാണ്. അലയെ കാട്ടിക്കൂട്ടിയതാണ് ഇവിടെ വന്നിട്ട്. പോയോ? പോണ്ടോ? ഇതോ ഫോണില്ലേ? അല്ലാ, എന്തൊക്കെ പുലിവാല ഉണ്ടാക്കണത്. അത് പോട്ടെ, ഓളെ കാലുമ നോക്കാം.
വരച്ചിക്കണ് കണ്ടില്ലേ? ഇനി വരുമ്പോ 10 മുട്ടായി വാങ്ങ, കോഴി മുട്ടായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ പെരയിൽ വെറുതെ ഇരിക്കണവരാണെന്നുണ്ടെങ്കിൽ നേരെ പുതിയാപ്പിളാരെയും കൂട്ടിയിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളി. ഇവിടെ മാത്രമല്ല, പറമ്പിലങ്ങാടി കോട്ടക്കലിലും അതേപോലെ നമ്മുടെ പുത്തനത്താണി അലാമാളിലെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഈ കിഡോപ്പിയിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇനിയും സ്റ്റോക്ക് ഇറങ്ങാണ്ട്. എല്ലാ രസമുണ്ട്. ഇത് നോക്കിയൊക്കെ ഇതൊക്കെ കണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ അല്ലേ മക്കൾക്ക് ഇട്ട് വയർ ചെയ്ത് കാണുമ്പോഴാണ് രസം. ഇതിപ്പോൾ ഇത് മാത്രമല്ലേ, ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും പാട അല്ലെങ്കിൽ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അല്ലാതെ കുറേ പുള്ളിയും മിനിക്കൂട്ടിട്ടല്ല. അങ്ങനെ ഗൈസ്, ഉമ്മാക്ക് പുതിയൊരു സംഭവം. ഇത് ബേബി വീറ്റിന്റെ കമ്പനി തരുന്ന ഫാമിലി വീറ്റ് പറഞ്ഞ സാധനം. പക്ഷെ നാച്ചുറലാണ്. നമുക്ക് ഈ അത്താഴത്തിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ക്ഷീണം ഉണ്ടാവില്ല, എനർജി ആയിരിക്കും. നോബലിന്റെ മനം എനർജി ആക്കാം. എനർജി ആക്കണം. പാല കുടിക്കണ്ടേ? ഇവർക്ക് കുടിക്കട്ടാ. എങ്ങനെയുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ബേബി അതിന്റെ ഫാമിലി. ഇതിപ്പോ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും അതുപോലെ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. എന്റെ പേർക്കാരും ഞാൻ നോമ്പ് തോന്നറിയില്ല. ഞാനടക്കം അത്താഴത്തിന് ഇത് ചെയ്യുന്നുണ്ടോ? ഒരു ഇഷ്ടമില്ല. ഈ വണ്ടിന്റെ ആണെങ്കിൽ തള്ളി വെച്ചത്. ഓക്കെ, എന്തായാലും ഉമ്മാക്ക് നല്ലൊരു ഗിഫ്റ്റും കിട്ടിയിരിക്കണം. പോവാ. നമ്മള് ഏത് റോഡിൽ കൂടെ പോകണമെങ്കിൽ റോഡൊക്കെ അടിപൊളി റോഡാ. പക്ഷെ എന്താ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് കിഡോപ്പിക്ക് ഒന്ന് പോയി വരണമെങ്കിൽ ടോള് 300 രൂപ കൊടുക്കണം അല്ലേ? അങ്ങോട്ട് 150, ഇങ്ങോട്ട് 150. എന്താ ഇനി എന്താ നോമ്പ് തുറക്കാൻ വേണ്ടി സ്പെഷ്യൽ എന്താ വേണ്ട? നിങ്ങൾക്ക് എന്താ വേണ്ട? ഷവായ വേണോ? ഫിഷ് ബിരിയാണി ഒന്നും ഇവിടെ എവിടെയും കിട്ടൂല കേട്ടോ. ഇത് നമ്മൾ റൂട്ട് മാറി. നമ്മൾ കിഡോപ്പിയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോ എന്റെ ഐപ്പ് കിടക്കണോ കേക്കാ. ഇത് സൈബാൻ, ഇത് ഇത് ഞാൻ കിഡോപ്പിന്ന് ഹലാമാളുടെ മുകളിൽ നിന്ന് വാങ്ങിയാണ്. ഇത് അവിടുത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണെന്നാ പറഞ്ഞത്. ഇതുവരെ കഴിക്കാത്തതാണ്. അത് സിനും അത് തിന്നാനുള്ള ഒരു ആകാംക്ഷയിലാണ്. പിന്നെ ഇത് എന്താണ്, ഉമ്മാക്ക് മുസ്തഫ കൊടുത്തതാണ്. അതായത് നോമ്പ് പുലർച്ചക്ക് അത്താഴത്തിന് കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാവും. ഉള്ളത് പുറത്തുനിന്നാണ്. കാരണം ഇനി ഇവരെന്തായാലും വെച്ചുണ്ടാക്കി തിന്നല് നടക്കൂല. അതുകൊണ്ട് ഇന്ന് ചെമ്മീൻ ബിരിയാണിയും ഉമ്മാക്ക് പൊറാട്ടയും, എനിക്ക് പിന്നെ എൻ്റെ ഫുഡ് പിന്നെ ഇവിടെ ഉണ്ട്. അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി കാണുന്നു. അങ്ങനെ എൻ്റെ മൂത്ത സന്താനം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കയറി ഇരിക്കുന്നുണ്ട്. അവളുടെ ഒരു പീക്ക് ടൈമാണ് ഈ ഒരു ടൈമായി കഴിഞ്ഞാൽ. കാരണം എന്താണ്, ഈ ഒരു ടൈമായി കഴിഞ്ഞാൽ എൻ്റെ പാത്രത്തും വേണം എൻ്റെ കുട്ടി കൂടുതലായിട്ട് കയ്യേറുക. കാരണം എൻ്റെ പാത്രത്തില് അത് പറ്റൂല. ഈ പാത്രം ഹെൽത്തിയാണ്. ഒരു ചെറുപഴം, പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റ്, പിന്നെ ഇത് യോഗേർട്ട് ആൻഡ് പപ്പായ. ഇതാണ് എൻ്റെ ഫുഡ്. പിന്നെ എൻ്റെ ഒരു സപ്ലിമെൻ്റ് ആണ് ഈ ഒരു വേ പ്രോട്ടീനും. ഓക്കെ, ഇത് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ജിമ്മിൽ പോകും. ഉമ്മാടെ സ്പെഷ്യൽ ഉമ്മ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിൽ മിൽക്കാണ്. അതായത് ഒന്നുമില്ല, ഉമ്മാക്ക് ഇങ്ങനെയായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴം ജ്യൂസ് അടിച്ചങ്ങാണ്ട് അവിടെ അവിൽ മിൽക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന തണ്ണിമത്തൻ ജ്യൂസും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ പോരെ. ഇന്നിപ്പോൾ പാട്ട് വെക്കൽ കേൾക്കൽ കണക്കാവല്ല. പാട്ട് എന്ന് പറഞ്ഞു ബാങ്ക് കൊടുക്കൽ കണക്കാവും. കാരണം അവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാളവേലയാണ്. ഇവിടുന്ന് പൂരം പോകുന്നതുകൊണ്ട് ജനറേറ്ററും പാട്ടും ഒക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുക. തീറ്റ തുടങ്ങി, നോമ്പ് തുറ തുടങ്ങി. എന്താ പറഞ്ഞ നിങ്ങളോട്? ഞാൻ പറഞ്ഞത് ഒന്നും പറ്റൂല, എന്താണ് തിന്നാന്ന്. അപ്പൊ ഒന്ന് ബാങ്ക് കൊടുക്കലൊന്നും കേൾക്കാതെ ഊഹാഭോഗത്തിലാണ് ഞങ്ങൾ നോമ്പ് തുറക്കണത്. കാരണം എന്താന്ന് വെച്ചാൽ പുറത്ത് കേൾക്കാനും ഒരു വഴിയില്ല. സമയമായി എന്ന് വെച്ചാൽ 1 മിനിറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. 38 കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കും. ഈത്തപ്പഴം കൈ പിടിച്ചോളി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ ബാങ്ക് കൊടുത്താൽ എന്താ കൊടുത്ത് തിന്നോളി. ആയി തിന്നോളി. എൻ്റെ വീട്ടിൽ നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പ് 16ാമത്തെ നോമ്പും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ നിന്നാണ്. കാരണം ഇന്ന് കിഡോപ്പിയിൽ പോയി ഇവിടെ എത്തിയത് ഈ നേരത്താണ്. അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്നാണ്. ഇനി ആരും നോമ്പ് കാലത്ത് കറങ്ങി നടന്നു എന്നുള്ളതല്ല. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ നോക്കണ്ടേ. അതാ വണ്ടി ഇവിടെ എത്തിയിട്ടോ, ഇപ്പോൾ പോകും വണ്ടി. ആഴ്ച അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. 2 ആൾ ഇവിടെ ഇരുന്ന്. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയാ. അപ്പം മസ്റ്റ് ട്രൈ ആയിക്കോളി. പാരാമൗണ്ടിൽ നിന്ന് വാങ്ങിയ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഉമ്മാൻ്റെ കുടിക്ക് പോവുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ ഉമ്മാൻ്റെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടി പോവാണ്.
ഗൈസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. പിന്നെ കിഡോപ്പിയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നവർ നാളെയും മറ്റന്നേക്കെ ആയിട്ട് ശനി ഞായറൊക്കെ ആയിട്ട് വേഗം മുട്ടോളി നല്ല കിടിലൻ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. കുറേ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നേരെ പോയിക്കോളും.